ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്യുന്നതനായ ദൈവത്തിന് സ്തോത്രമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പ് എൻ്റെ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ഒരു വിഷയത്തിൻ്റെ അല്പം ഗൗരവമായ മേഖലയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ദൈവത്തിൻ്റെ കൃപയാൽ നിറയുവാൻ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, 1999 ഞാൻ കരിസ്മാറ്റിക് നവീകരണ അനുഭവത്തിൽ വരുന്നത്. 2000 മുതൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വളരെ സജീവമായിരുന്നു. അതിൻ്റെ കോർ ഗ്രൂപ്പിലും, അതായത് 10-40 പേർ ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മ നയിക്കുന്ന ആ നേതൃത്വത്തിൻ്റെ കൂട്ടായ്മയിലും അംഗമാകാൻ സാധിച്ചതോടുകൂടിയാണ് യേശു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള സത്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആത്മാവിൽ അനുഭവിച്ചറിയാൻ ഇടവന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപകൾ അല്പസ്വല്പമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദർശിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ഒരു ദിവസം ഞാൻ ഒരു വൈകുന്നേരം എൻ്റെ ഇടവക ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു ചെന്ന് ദേവാലയത്തിൽ മുട്ടുകുത്തി കുമ്പിട്ട് ആചാരം ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ ഒരു കൈ വെച്ചു. കാരണം കുമ്പിടുമ്പോൾ എൻ്റെ പോക്കറ്റിലുള്ള ചില്ലറ പൈസയൊക്കെ അവിടുന്ന് താഴെ വീണു. അതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ആചാരം ചെയ്ത് എണീറ്റ എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വലിയൊരു ബോധ്യം തന്നു, വലിയൊരു മെസ്സേജ്, ഒരു ചിന്ത തന്നു. മോനെ, ഇതാണ് എല്ലാ മനുഷ്യൻ്റെയും അവസ്ഥ. അതായത് തന്നിലുള്ളത് നഷ്ടപ്പെടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാനുമാണ് എല്ലാവരും വരുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കത് വലിയൊരു തിരിച്ചറിവായിരുന്നു. സത്യത്തിൽ ഞാൻ എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന ചില്ലറ പൈസ താഴെ വീഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പോക്കറ്റ് ഇങ്ങനെ വെച്ചെങ്കിലും സത്യത്തിൽ ഈ എത്രത്തോളം, അതായത് ഈ മലയോളം വലുപ്പത്തിൽ വിശ്വാസമുണ്ടെന്ന് സ്വയം ചിന്തിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം എത്രത്തോളം ശൂന്യമാണെന്നുള്ളൊരു സത്യം മനസ്സിലാക്കാൻ ഇതൊരു പരമാർത്ഥമാണ്. കാരണം എന്താണെന്നറിയോ? മലാക്കി പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. നമുക്ക് ആ വചനം ഒന്ന് വായിച്ചു കേൾക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഇഷ്ടം പോലെ തവണ കേട്ടിട്ടുള്ള വചനമാണ്. ദശാംശം മുഴുവൻ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹം വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കും. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ ഈ ഒരു വചനം പറയുമ്പോൾ ആൾക്കാരുടെ മുഖം മാറും, നെറ്റി ചുളിയും. അതുവരെ ഉണ്ടായിരുന്ന അവൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാണെന്നറിയോ? എത്ര വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു കാര്യത്തിൽ മാത്രം കർത്താവിനെ പരീക്ഷിച്ചറിയാൻ ആർക്കും താല്പര്യമില്ല. പറഞ്ഞു മനസ്സിലായോ? ആർക്കും താല്പര്യമില്ല. അടുത്തൊരു കാര്യം, പരിപാവനമായ പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി ഞാൻ കണ്ടിട്ടുണ്ട്. പരിശുദ്ധ കുർബാന നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 വട്ടം മൊബൈൽ ബെല്ലടിക്കും, പുറത്തേക്ക് ഇറങ്ങി പോകും. പിന്നെയും തിരിച്ചു കയറി വരും, ബെല്ലടിക്കും, പുറത്തേക്ക് ഇറങ്ങി പോകും. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി എന്നാണെന്നറിയോ? കർത്താവിൻ്റെ ആ പരിശുദ്ധ കുർബാന, ആ പരമയാഗം അവിടെ നിനക്ക് വേണ്ടി, നിന്റെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ അർപ്പിക്കപ്പെടുന്ന ആ പരിശുദ്ധ ബലിയുടെ മൂല്യത്തെക്കുറിച്ച് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ കയ്യിലുള്ള മൊബൈലിന്റെ ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുക. അതുപോലെ അല്ലെങ്കിൽ അത് നേർമോടാക്കുക. എന്നിട്ട് പൂർണ്ണമായ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ വന്ന പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറയുന്നത് വെറും മണ്ടത്തരമാണ്, വെറും പറ്റിക്കലാണ്. പറഞ്ഞു മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആഴത്തിന്റെ ആ വ്യത്യസ്തത നമുക്കൊന്ന് മനസ്സിലാക്കാം. നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പൂർവികരൊക്കെ നമ്മൾ കുടുംബത്തിൽ കൃഷി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വാഴയും ചേനയും ചേമ്പ് കാച്ചിലും അങ്ങനെയുള്ള, പിന്നെ കപ്പയും, അങ്ങനെയുള്ള പല തരത്തിലുള്ള കൃഷികൾ, ഒരു വർഷം കൊണ്ട് വിളവെടുക്കുന്ന രീതിയിലുള്ള കൃഷികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇഞ്ചി ഒരു ചെറിയൊരു വിത്താണ്, ഇത്രയും വലുപ്പത്തിലുള്ള ചെറിയൊരു വിത്തിന്റെ ഒരു കഷ്ണമാണ് ഒരു കണ്ടത്തിൽ നടുന്നത്. അത് ചിലപ്പോൾ കൂടിപ്പോയ ഒരു 10-30 കുഴിയിലായിരിക്കും അത് നടുന്നത്. അത് മൊത്തത്തോടെ തൂക്കിക്കഴിഞ്ഞാൽ 1/2 കിലോ തികച്ച് കാണത്തില്ല. പറഞ്ഞു മനസ്സിലായോ? ആ ഒരു വിത്ത്, അതിന് വേണ്ട വളവും അതുപോലെ തന്നെ ചാണകവും ചാരവും, അതുപോലെ പിന്നെ ജൈവവളങ്ങൾ, ചപ്പ്, മരത്തിന്റെ ഇരമ്പിറക്കിയിട്ട് അതിന്റെ ഇലയൊക്കെ കൊണ്ടിട്ട് അതിന് വേണ്ട വളമെല്ലാം ചെയ്ത് വേണ്ട വിധത്തിൽ പിന്നെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ഒരു വർഷം ആകുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്നത് ഇത്രയും വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ ഒരു പീസാണ് നട്ടിരിക്കുന്നെങ്കിൽ അവൻ വിളവെടുക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഏകദേശം 1/2 കിലോയ്ക്ക് അധികം തൂക്കം വരുന്ന ഒരു പാവാണ്, ഒരു വലിയൊരു പാവ്. ഒരു പീസ് നട്ടിട്ട് അവൻ വിളവെടുക്കുന്ന അതിൽ നിന്ന് അത്രയും തൂക്കവും അത്രയും വലുപ്പമുള്ള ഒരു പാവാണ്. മനസ്സിലായോ? ആ കർഷകന് ഉറപ്പായിട്ട് അറിയാം, അവൻ വിശ്വസിച്ചിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അവന് വിശ്വാസമുണ്ട് താൻ നടുന്നതിൽ നിന്ന് തനിക്ക് ഇത്ര അധികം വലുപ്പത്തിൽ അവന് വിളവ് കിട്ടുന്നു, ഇത്ര അധികം തൂക്കത്തിൽ അവന് വിളവ് കിട്ടുന്ന ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അവൻ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ
മലബാർ പ്രദേശത്തിലെ മലപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ ഈ കുട്ടനാട് പ്രദേശത്തേക്കൊക്കെ ടൂർ പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലൊക്കെ ടൂർ പോകണമെങ്കിൽ നമ്മൾ അവിടെ ആസ്വദിക്കുന്ന ഒരു സംഭവമാണ് ഒരു ബോട്ട് യാത്ര. ഈ ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട് ആ ബോട്ടിനെ കുറിച്ചും, അതുപോലെ തന്നെ അതിനെ നിയന്ത്രിക്കുന്ന ബോട്ടിന്റെ ഡ്രൈവറെ കുറിച്ചും നമുക്കൊരു വിശ്വാസമുണ്ട്. അത് കായലിന്റെ നടുക്ക് എത്തുമ്പോൾ അത് മുങ്ങിയില്ലെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ ആ ബോട്ടെ കയറാൻ സാധിക്കൂ. അതുപോലെ ഇവിടുന്ന് നിരവധി വ്യക്തികൾ ഇസ്രായേലിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും ക്രിസ്ത്യൻ കൺട്രികളിലേക്കൊക്കെ 20-ലധികം മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. ആ വിമാനം അവിടെ എത്തിച്ചേരും നമുക്കൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത്. എന്നാൽ 100-ലൊന്ന് അല്ലെങ്കിൽ 1000-ലൊന്ന് എന്ന് പറയുന്നത് പോലെ അപൂർവമായിട്ട് വിമാനങ്ങൾ അപകടത്തിൽ പെടാറില്ലേ? ബോട്ട് വെള്ളത്തിൽ മുങ്ങി പോകാറില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ജോലിക്കായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് അത്ര ഒരു അവസ്ഥയിൽ നമുക്ക് ആ വ്യക്തിയെ ചിലപ്പോൾ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം അവൻ അവിടെ ചെന്നിട്ട് ആ ജോലിയിൽ പ്രവേശിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ അതിന്റെ പേരുദോഷം ആർക്കിരിക്കും? റെക്കമെൻഡ് ചെയ്യുന്ന നമുക്കിരിക്കും, ഇല്ലേ? എന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. ആ ഡോക്ടറിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ആ ഡോക്ടർ കാണാൻ പോകുന്നതും അയാൾ എഴുതി തരുന്ന മരുന്ന് സ്വീകരിച്ച് നമ്മൾ ആ മരുന്ന് കഴിച്ച് നമ്മുടെ രോഗം മാറ്റാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നതും, ഇല്ലേ? അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളതിനെ ഉള്ള ഒരു വിശ്വാസം പലപ്പോഴും ദൈവത്തിലില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിലേക്ക് നോക്കാം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സ്വല്പം താഴേക്ക് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്നറിയോ? അവര് ഒരിക്കൽ പോലും യഹോവയെ അവരെ നയിച്ചിരുന്ന, അവർ വിശ്വസിച്ചിരുന്ന, അവരെ പരിപാലിച്ചിരുന്ന യഹോവയെ അവര് കണ്ടിരുന്നില്ല. അവര് മറ്റു ചില ദേശങ്ങളിൽ അടിമത്തത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും മറ്റു ചില രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ളവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോഴും ആ നാട് അവർ പിടിച്ചടക്കുമ്പോഴും ഒക്കെ അവർ കണ്ടിരുന്നത് ഭീമത്സവും വികൃതവും വിരൂപവുമായ ചില ദൈവങ്ങളുടെ രൂപങ്ങളാണ്. ആ രൂപങ്ങൾ പലപ്പോഴും അവരെ ഭയത്തിലേക്കും മറ്റൊരു തെറ്റായ വിശ്വാസത്തിലേക്കും അവരെ നയിച്ചു. അന്ധവിശ്വാസങ്ങളെ അവർ കൂട്ടുപിടിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവമായ യഹോവയെ അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ യഹോവയുടെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിച്ചില്ല. ചെങ്കടല് പിളർന്ന് അവരെ രക്ഷിച്ച യഹോവ, പകൽ മേഘസ്തംഭവും രാത്രി ദീപസ്തംഭവുമായിട്ട് അവർക്ക് വഴി നയിച്ച യഹോവ, അവർക്ക് ഭക്ഷിക്കാനായിട്ട് മന്ന പൊഴിച്ച യഹോവ, അവർക്ക് വിശപ്പടക്കാനായിട്ട് കാടപ്പക്ഷിയെ കൊടുത്തുകൊണ്ട് അവരെ വിശപ്പടക്കിയ യഹോവ, പാറയിൽ നിന്ന് ഉറവയെ സൃഷ്ടിച്ചുകൊണ്ട്, മരുഭൂമിയിൽ പാറയിൽ നിന്ന് ഉറവയെ സൃഷ്ടിച്ചുകൊണ്ട് അവന്റെ ദാഹം അകറ്റിയ യഹോവ, ദാനിയേലിനെ സിംഹത്തിന്റെ വാ പൂട്ടിക്കൊണ്ട് ദാനിയേലിനെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ച യഹോവ, അഗ്നികുണ്ഡത്തിന്റെ മധ്യത്തിൽ നിന്ന് 3 യുവാക്കളെ ഒരു പോറൽ പോലും, തീയുടെ ഗന്ധം പോലും അടിക്കാത്ത വിധം അവരെ ഒരു മുടിനാര് പോലും അവരുടെ കത്തിപ്പോകാത്ത വിധം അവരെ രക്ഷിച്ച യഹോവ. ഈ യഹോവയെ അവർക്ക് പലപ്പോഴും അനുഭവിച്ചറിയാനായിട്ട്, ആ യഹോവയിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാനായിട്ട് സാധിച്ചില്ലെന്നുള്ളതാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ചില വൈകൃത ബിംബങ്ങൾ, വിരൂപ ബിംബങ്ങൾ, ഏറ്റവും ശക്തിയുണ്ടെന്ന്, ദൈവത്തെക്കാളും ഏറ്റവും വലിയ ശക്തിയുണ്ടെന്ന് നമ്മൾ തന്നെ നനച്ചു വെച്ചിരിക്കുന്ന ചില ബിംബങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ. ചില രൂപങ്ങൾ എന്താണെന്നറിയാമോ? നമ്മുടെ പണം, നമ്മുടെ പേര്, നമ്മുടെ പ്രശസ്തി, നമ്മുടെ കഴിവുകൾ, വിദേശത്തുനിന്ന് മക്കള് പോയതിലൂടെ വിദേശത്തു നിന്നൊക്കെ ഒഴുകിയെത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ ആസ്തി, രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ പിടിപാട്, ഇതൊക്കെ ദൈവത്തെക്കാളും ശക്തിയുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, നമ്മൾ നനച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ വലിയൊരു ബിംബമായിട്ട് വളർന്നു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഒരു നിമിഷം കൊണ്ട് തച്ചുടയ്ക്കപ്പെടാവുന്ന വെറും ഒരു കളിമൺ രൂപങ്ങൾ മാത്രമാണെന്നുള്ളതാണ് അവയൊക്കെയും വെറും കളിമൺ രൂപങ്ങൾ മാത്രമാണെന്നുള്ളതാണ് പരമാർത്ഥ സത്യം. പറഞ്ഞു മനസ്സിലായോ? ജീവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ അവയ്ക്കൊന്നും യാതൊരു വിലയും യാതൊരു സ്ഥാനമില്ലെന്നുള്ളൊരു പരമാർത്ഥ സത്യം നിനക്ക് തിരിച്ചറിയുന്നിടത്താണ് തടവറയിൽ വെച്ച് സ്വയം ആത്മഹത്യ ചെയ്യാൻ നോക്കിയ പടയാളിയോട് വിശുദ്ധ പത്രോസ്ലീഹ
പറയുകയാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുക്രിസ്തു നിന്നെ ഏതെല്ലാം മേഖലയിലാണ് രക്ഷിക്കുന്നത്? നിന്റെ ജീവിതത്തിന്റെ പ്രാരാബ്ധം, നിന്റെ ജീവിതത്തിന്റെ തകർച്ച, നിന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക ദുരിതം, ഓടുമേഞ്ഞ് ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ ഈ നനഞ്ഞ് കുതിരുന്ന ആ എന്നാ പറയണ്ടേ, തകർന്നടിഞ്ഞ് വീഴാറായ ആ ഭവനത്തിൽ നിന്ന് നല്ലൊരു ഭവനം നിനക്ക് ലഭിക്കുമെന്നുള്ള ആ വിശ്വാസം, നിന്റെ മക്കള് ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചു വളർന്ന് മിടുക്കരായി വിദേശത്ത് പോയിട്ട് കുടുംബത്തെ അവർ പച്ച പിടിപ്പിക്കുമെന്നുള്ള ആ വിശ്വാസം, നിന്റെ മക്കള് ഒരു വിധത്തിലും പാപത്തിന്റെ വഴിയെ വഴി തെറ്റി പോകുകയില്ല എന്നുള്ള വിശ്വാസം. പറഞ്ഞു മനസ്സിലായി? ഇവിടെയാണ് കർത്താവായ യേശുക്രിസ്തു നിന്നെ നിന്റെ കുടുംബത്തെ നീ അവിടുത്തെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിനക്കും നിന്റെ കുടുംബത്തിനും നൽകുന്ന ആ രക്ഷയെന്ന് പറയുന്നത്. അതിലെല്ലാം ഉപരിയായിട്ട് നിന്റെ ആത്മാവിന് നൽകുന്ന രക്ഷ. ഇത് വിശ്വസിക്കുക മാത്രം പോരാ, അവസാനം വരെയും അവിടത്തോട് ചേർന്ന് നിൽക്കാനും നിനക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞ കരിസ്മാറ്റിക് നവീകരണത്തിൽ വന്ന് യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് അനുഭവിച്ചറിഞ്ഞ് ആ കാലഘട്ടം, പരിശുദ്ധാത്മ കൃപയിൽ ജ്വലിച്ചു നിന്നിരുന്ന ആ കാലഘട്ടം, എൻ്റെ വീടിന്റെ മുമ്പിൽ ഒരു 50 അടി ഉയരത്തിൽ ഒരു തെങ്ങുണ്ടായിരുന്നു. ഈ തെങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ഉണക്ക തേങ്ങ വീണു. സ്വാഭാവികമാണ്. പക്ഷെ അത് വീണത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തിയിരുന്ന 4 കിലോയിലധികം തൂക്കം വരുന്ന വളരെ അഴകുള്ള നല്ല ആരോഗ്യമുള്ള ഒരു കോഴിപ്പൂവിന്റെ തലയിലേക്ക്. ഈ കോഴിപ്പൂവ് നിലത്തുനിന്ന് ഏകദേശം ഒരു 3 അടി ഉയരത്തിൽ ഇങ്ങനെ തത്തി തെറിച്ച് പിടച്ച് വീഴാൻ തുടങ്ങി. അതിങ്ങനെ തെറിച്ച് പിന്നെ ദൂരേക്ക് ഇങ്ങനെ പിടച്ച് അങ്ങ് വീണുപോയി. അത് ചാകും, ഉറപ്പാണ്. കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു തേങ്ങ അത്രയും ഉയർത്തിയെന്നാണ് അതിന്റെ തലയിലാണ് വീടിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓടിച്ചെന്നിട്ട് അതിനെ എടുത്ത് വീടിന്റെ തിന്നെ പോയിരുന്ന അതിനെ മടി കൊണ്ടുവച്ചിട്ട് അതിന്റെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇത് ജീവൻ പ്രാപിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ആ കോഴിപ്പൂവിനെ അങ്ങ് വിട്ടു. അതിങ്ങനെ ആടി അങ്ങ് പോയി. അതിനുശേഷം വർഷങ്ങളോളം ആ കോഴിപ്പൂവ് ഞങ്ങളുടെ വീട്ടിൽ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ ജീവിച്ചത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് സത്യമാണ്. എൻ്റെ ഇടവകയിൽ കോമിഷൻ നടത്തുന്ന ഒരു കാലഘട്ടം, ഈശോയുടെ സന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു ഭവനത്തെ കാണിച്ചു തരും, അല്ലെങ്കിൽ പറഞ്ഞു തരും. ആ ഭവനത്തിന് വേണ്ടി ഒരാഴ്ചക്കാലം ഇരുന്ന് പ്രാർത്ഥിച്ചൊരുക്കി പിറ്റേ ഞായറാഴ്ച വൈകുന്നേരം ആ ഭവനത്തിലേക്ക് ചെല്ലും. അങ്ങനെ കുറച്ച് കാലഘട്ടം അങ്ങനെ ഒരു ശുശ്രൂഷ നടന്നിരുന്നു. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരിക്കലും ഒരു ഭവനം എനിക്ക് ഈശോ പറഞ്ഞു തന്നു. ഒരു പാവപ്പെട്ട കുടുംബം, ഭാര്യയും ഭർത്താവും 3 മക്കളും. ഭാര്യയും ഭർത്താവും കൂലിപ്പണിക്ക് പോകുന്നവരാണ്. മണ്ണുകട്ട കൊണ്ട് ഓടുമേഞ്ഞ ഒരു ഭവനം. ഞാൻ ഒരു ദിവസം ഇതുപോലെ ഞായറാഴ്ച വൈകുന്നേരം ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അവരെ കൂടെ കൂട്ടി അന്നത്തെ ആ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന ചൊല്ലി, ജപമാല ചൊല്ലി. ഈ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു. അവരുടെ വീട്ടിലെ ഇളയ ഒരു പെൺകുട്ടിയുണ്ട്, മൂത്ത 2 ആമ്പിള്ളേരാണ്. ബിജേട്ടാ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ കുഞ്ഞ് എല്ലാ ദിവസവും രാത്രി കിടന്ന് പേടിച്ച് കാറുകയാണ്. അങ്ങനെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ആ അടുത്ത നാളിലുണ്ടായ ഒരു പ്രശ്നത്തെ എന്നോട് പങ്കുവെച്ചു. അവരുടെ അയലോക്കത്ത് നിന്ന് ഒരു വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി. അപ്പം അടുത്ത വീട്ടിലെ ഒരു ക്രൈസ്തവരായ ഒരു കുടുംബം അവരോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു പരിപാടിയുണ്ട്, ഈ മഷി നോക്കുന്ന പരിപാടി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ മോഷ്ടിച്ച ആളെ കണ്ടെത്താൻ പറ്റും. പക്ഷേ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ 12 വയസ്സുള്ള പെൺകുട്ടിയും കൂടെ കൊണ്ടുവരണം. ഈ 12 വയസ്സുള്ള പെൺകുട്ടി നോക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ മാത്രമേ 12 വയസ്സുള്ള പെൺകുട്ടിയുള്ളൂ. അവർ ആവശ്യപ്പെട്ടതും പ്രകാരം ഈ മോഷണം പോയ ഒരു ക്രിസ്ത്യാനിയുടെ കുടുംബത്താണ്. അയലോകത്ത് അവർ പറഞ്ഞ അക്രൈസ്തവരായ ഒരു ഫാമിലി ഇവരുടെ കൂടെ ചെന്നു. ഈ പെൺകുട്ടിയും കൂടെ കൂട്ടി അവിടെ ചെന്ന് പിന്നെ മന്ത്രവാദം നടക്കുന്ന അവിടെ പോയിരുന്ന് അയാൾ കാണിച്ചതിന്റെ ഒരു വെറ്റിലയിൽ മഷി തൂത്ത് എന്തോ ഒരു പരിപാടിയാണ്. അതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ ഒരു സ്ത്രീയെ, അയലോക്കത്തുള്ള മറ്റൊരു സ്ത്രീയുടെ മുഖം ഈ പെൺകുട്ടി അവിടെ കണ്ടു. ഈ പെൺകുട്ടി ഇവരോട് പറഞ്ഞു, ഇന്ന ചേച്ചിയാണ്. തിരിച്ചു വന്നു. ആ സ്ത്രീയുമായിട്ട് വാക്കായി, വർത്താനമായി, വഴക്കായി, പ്രശ്നമായി. എന്തിനു പറയണം, മാലയിട്ട് കിട്ടിയില്ല, അയലോക്ക വഴക്കം മൂർജിച്ചു, പ്രശ്നമായി. ഇതിനെല്ലാം അപ്പുറമായിട്ട് എന്തു പറ്റി, ഈ പെൺകുട്ടി പിന്നെ അതിനുശേഷം എല്ലാ ദിവസവും രാത്രി കിടന്ന് പേടിച്ച് കാണാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തിന്മയിൽ വിശ്വസിച്ച് തിന്മയിൽ ആശ്രയിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, നമ്മുടെ പ്രശ്നങ്ങളെ അവൻ വഷളാക്കുകയാണെന്നുള്ള ഒരു പരമാർത്ഥ സത്യം. പ്രിയപ്പെട്ടവരെ, അത് ഒരിക്കലും കർത്താവായ യേശുക്രിസ്തുവിലാണോ നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു വിഷയം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. പറഞ്ഞു മനസ്സിലായോ? എന്നിട്ട് ഞാൻ അതിനുശേഷം ആ കുഞ്ഞിന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീടിന്റെ ഇറയത്തുനിന്ന് ഒരു വവ്വാല് ചിറകടിച്ച് പറന്നു പോകുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. അതിനുശേഷം ഇന്ന് വരെ ആ പെൺകുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് മാത്രമല്ല, ആ കുടുംബം അതിനുശേഷം കുടുംബസമേതം അവർ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി ആ കുടുംബം മുഴുവൻ കൃപയിലേക്ക് വന്നു, യഥാർത്ഥ വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്കും. അതിനുശേഷം ആ കുടുംബനാഥൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലേക്കൊക്കെ വരുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വിശ്വാസിയുടെ ഏറ്റവും വലിയ മൂലധനം എന്നാണെന്നറിയോ? അവന്റെ ജീവിതത്തിൽ ഭയം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല.
ഭയത്തിന് അവന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്താനോ കീറി മുറിക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്നുകൂടെ പോവുകയാണ്. 6-ാം അധ്യായത്തില് രാജ്യത്ത് ദാരിയൂസ് രാജാവ് തന്റെ രാജ്യത്തെ ഏറ്റവും മഹോന്നതമായ പദവി, ദാനിയേലിന്റെ ജ്ഞാനം തിരിച്ചറിഞ്ഞ ആ ദാരിയൂസ് രാജാവ് തന്റെ രാജ്യത്ത് ഏറ്റവും മഹോന്നതമായ പദവി കൊടുത്തപ്പോൾ അതിൽ അസൂയ പൂണ്ട കൂടെയുള്ള മറ്റ് ഭരണാധികാരികൾ ഈ ദാനിയേലിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് പദ്ധതികൾ ഒരുക്കുക. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് വിശ്വസിച്ച ദാരിയൂസ് രാജാവ് ദാനിയേലിനെ സിംഹത്തിന്റെ ഇരയായിട്ട് സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയുക. അവിടുന്ന് സിംഹത്തിന്റെ വാ അടച്ചു കളഞ്ഞ പിറ്റേ പ്രഭാതത്തില് ദാരിയൂസ് രാജാവ് തന്റെ സ്നേഹിതനായ ആ ദാനിയേലിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ ആ സിംഹക്കുഴിയുടെ ഒരു ഭാഗത്ത് വിശ്രമിക്കുന്ന ദാനിയേലിനെയാണ് കാണുന്നത്. ദാനിയേലിന്റെ ആ ഒരൊറ്റ കാഴ്ച ആ ദാരിയൂസ് രാജാവിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ വിശ്വാസം എന്ന് പറയുന്നത് അത് ജീവിക്കുന്ന ദൈവമായ യഹോവയിലായിരുന്നു. അവൻ ആ ഒരൊറ്റ സംഭവത്തോടു കൂടി ആ രാജാവ് ആ സത്യം തിരിച്ചറിയുകയാണ്. ദാനിയേലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, ദാനിയേലിന്റെ ദൈവമാണ് ജീവിക്കുന്ന ദൈവം എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാനായിട്ട് കാരണക്കാരായ ആ ഭരണാധികാരികളെയും അവരുടെ കുടുംബത്തെ അടക്കം സിംഹക്കുഴിയിലേക്ക് എടുത്തെറിയുമ്പോൾ ആ സിംഹക്കുഴിയുടെ നിലത്ത് പോലും എത്തുന്നതിന് മുമ്പ് തന്നെ സിംഹങ്ങൾ അവയെ അടിച്ച് ഞുറുക്കുന്ന ഒരു സംഭവമാണ് ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ. പ്രിയപ്പെട്ടവരെ, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ 3 യുവാക്കളെ തീച്ചുളയിൽ നബൂഖദ്നേസർ രാജാവ് എറിയുമ്പോൾ അതുവരെയും അയാളിലുണ്ടായിരുന്നത് ബാലിലായിരുന്നു അയാളുടെ വിശ്വാസം. എന്നാൽ ആ തീച്ചുളയിൽ ആ തീയുടെ മധ്യത്തില് മറ്റൊരു സുന്ദരനായ ഒരു ശോഭയേറിയ ഒരു ചെറുപ്പക്കാരനെ കണ്ട് അത്ഭുതം കൊണ്ട ഈ നബൂഖദ്നേസർ രാജാവ് ആ 3 യുവാക്കളെ പുറത്തെത്തിക്കുകയും അവർ വിശ്വസിച്ചിരുന്ന ദൈവത്തെ ഈ രാജാവ് ദൈവമായിട്ട് അംഗീകരിക്കുകയും ആ രാജ്യത്തെ വിളംബരം ചെയ്യുകയാണ് ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളിലുള്ള വിശ്വാസം കണ്ടിട്ട് വേണം നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റ് മതസ്ഥര്, മറ്റാളുകൾ യേശുവിനേക്കുള്ള വിശ്വാസത്തിലേക്ക് വരാനും യേശുവിനെ നാഥനും രക്ഷകനുമായിട്ട് സ്വീകരിക്കാനും. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ആ ഒരു ക്രിസ്തുവിനെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ഏറ്റുപറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ മറ്റൊരു വ്യക്തി എങ്ങനെ ആ യേശുവിനെ വിശ്വസിക്കും എന്ന് പറ. നിങ്ങൾ തന്നെ ഒന്ന് പറയണം. എന്റെ വിശ്വാസ രാഹിത്യം കണ്ടിട്ട് എന്റെ അയൽവാസി ഒരു ഇതര മതസ്ഥൻ യേശുവിനെ വിശ്വസിക്കുമോ? യേശുവിനെ സ്വീകരിക്കുമോ? അങ്ങേ കാറ്റടിച്ചാലതു ധൂളിയാകും, അഗ്നിയിലവയെല്ലാം ചാമ്പലാകും. അങ്ങേ കാറ്റടിച്ചാലതു ധൂളിയാകും, അങ്ങേ അഗ്നിയിലവയെല്ലാം ചാമ്പലാകും. യഹോവ മാത്രം ശക്തിയുള്ളവൻ, അവൻ ജീവിക്കുന്ന ദൈവമല്ലയോ? യഹോവ മാത്രം ശക്തിയുള്ളവൻ, അവൻ ജീവിക്കുന്ന ദൈവമല്ലയോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസമില്ലാത്ത ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കാം. നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധിയിൽ നിന്ന്, പ്രശ്നത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, കടബാധ്യതയിൽ നിന്ന്, വിവാഹ തടസ്സത്തിൽ നിന്ന്, നല്ലൊരു ജോലി കിട്ടുന്നതിനുള്ള തടസ്സത്തിൽ നിന്ന് ദൈവം എന്നെ മോചിപ്പിക്കും, എന്നെ വിടുവിക്കും, എന്നെ രക്ഷിക്കും, എന്നെ കൈപിടിച്ച് നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിലെ ആ വിശ്വാസം എന്ന വരത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വീഡിയോ കാണാനിട വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ വിശ്വാസം എന്ന വരം കൊണ്ട് നിറയ്ക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.